ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നല്ല ക്രിസ്പി സ്വീറ്റ് കോൺ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടവും ഈ റെസിപ്പി, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സ്വീറ്റ് കോണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ 2-3 വിസിൽ മതി ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ലേശം ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഞാനിത് വേവിക്കുന്നത്, എങ്കിലേ ഉപ്പ് ഇതിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് വേവിക്കാൻ വെക്കാൻ. നമ്മുടെ കോൺ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇതിലേക്ക് ടൂത്ത് പിക്ക് കൂടി ആവശ്യമാണ്. എന്നിട്ട് ടൂത്ത് പിക്ക് എടുത്തിട്ട് ഓരോ കോണിലെ ഓരോ വരിയിലേക്കും ഇങ്ങനെ കുത്തി വെക്കണം, ദാ ഇതുപോലെ. എന്നിട്ട് കത്തി വെച്ചിട്ട് ഒന്ന് അടർത്തി മാറ്റിയാൽ നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, അല്പം ഉപ്പ്, 1/2 ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കിത് കോട്ടിങ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം തൂവി കൊടുത്തിട്ട് അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നുകൂടി കോട്ടിംഗ് ആയി കിട്ടും. എനിക്കിതിൽ കോട്ടിങ് പോരാത്തത് കാരണം ഞാൻ അല്പം കൂടി കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നില്ല. വെളിച്ചെണ്ണ ചേർത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇത് കരിയാതെ ശ്രദ്ധിക്കണം. എനിക്ക് ചെറുതായിട്ടൊന്ന് കരിയാൻ പോയി, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചുകൊണ്ട് കരിഞ്ഞില്ല. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ നീര് എടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ സ്വീറ്റ് കോൺ ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അല്പം ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അധികം ആവാതെ ശ്രദ്ധിക്കണം. ഇനി ഞാനിതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവില്ലാത്ത മുളക് പൊടി ആയാലും കുഴപ്പമില്ല. ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒക്കെ ഉപ്പ് ഉപയോഗിച്ച കാരണം ഇപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്രിസ്പി സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.